ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ വേറൊരു സിറ്റുവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് വെച്ചാൽ, അതായത് നമ്മൾ സാധാരണ ഡിബഞ്ചറോ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷിനാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ ചില സമയത്ത് ക്യാഷിനല്ലാതെ അസറ്റ്സ് വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ എൻട്രി നമുക്കൊന്ന് നോക്കാം. ജേർണലിസ്റ്റ് ഒന്നാമത്തെ സിറ്റുവേഷൻ, ഓൺ പർച്ചേസ് ഓഫ് അസറ്റ്സ് ഓർ ബിസിനസ്. അസറ്റ്സോ ബിസിനസ്സോ വാങ്ങാൻ വേണ്ടി നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ആണെങ്കിൽ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓൺ പർച്ചേസ് ഓഫ് ബിസിനസ് ഓർ അസറ്റ്സ്, അപ്പോൾ അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് ടു വെൻഡേഴ്സ് അക്കൗണ്ട്. ആദ്യം നമ്മൾ വാങ്ങുന്നതായിട്ട് ലയബിലിറ്റി ഏറ്റെടുക്കുന്നതായിട്ടും അസറ്റ്സ് വാങ്ങുകയും ലയബിലിറ്റീസ് ഏറ്റെടുക്കുകയും ചെയ്യുക. എന്നിട്ട് വെൻഡറിന് ക്യാഷ് കൊടുക്കാനുള്ളത്. വെൻഡർ എന്ന് വെച്ചാൽ സെല്ലർ, ആരിൽ നിന്നാണോ ഏത് ബിസിനസ്സാണോ ഏത് അസറ്റാണോ വാങ്ങുന്നത് ആ സപ്ലയറുടെ പേര് നമ്മൾ എഴുതുന്നു. ഓക്കെ, അസറ്റ്സ് അക്കൗണ്ട് ലെറ്റർ ടു ലയബിലിറ്റീസ് ടു വെൻഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ പർച്ചേസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നാണ് നമുക്ക് എഴുതാം. പക്ഷേ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റെടുക്കുന്ന ലയബിലിറ്റി അതുപോലെ കൊടുക്കാനുള്ള എമൗണ്ട്, പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ടാണ് നമ്മൾ വെൻഡറിൽ എഴുതുക. അതായത് നമ്മൾ അസറ്റ് വാങ്ങുമ്പോൾ ആ അസറ്റിന് എത്ര രൂപ കൊടുക്കുക എന്ന് നമ്മൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ലയബിലിറ്റീസ് ഏറ്റെടുക്കുമ്പോൾ, അസറ്റ്സും ലയബിലിറ്റീസ് ഏറ്റെടുക്കുമ്പോൾ പർച്ചേസിങ് കമ്പനി വെൻഡർ കമ്പനിക്ക് എത്ര രൂപ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. അതാണ് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് വെൻഡേഴ്സ് അക്കൗണ്ട് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, അതാണ് ഫസ്റ്റ് എൻട്രിയിൽ വരുന്നത് കേട്ടോ. ഇനി നമ്മൾ ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ആണ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അറ്റ് പാർ വാല്യൂന് ഇഷ്യൂ ചെയ്യുക, ഫേസ് വാല്യൂന് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ എന്താ എൻട്രി വരിക? വെൻഡേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അത് ആ പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് ആയിരിക്കും അതിൽ വരിക. അറ്റ് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റ് പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് വരിക. ടു ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഇത് രണ്ടും കൂടിയും ചേർന്ന എമൗണ്ട് ആയിരിക്കും എന്തായിട്ട് വരിക? ഇത് രണ്ടും കൂടിയും ചേർന്നതായിരിക്കും വെൻഡേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ട് വരിക. അപ്പോൾ ഒരു 10 ലക്ഷമാണ് വെൻഡേഴ്സിൻ്റെ കൊടുക്കാനുള്ളെങ്കിൽ, അല്ലെങ്കിൽ സപ്ലയർ സെല്ലർക്ക് കൊടുക്കണ എമൗണ്ട് 10 ലക്ഷം ആണെങ്കിൽ, ഈ ഡിബഞ്ചറിൻ്റെ എമൗണ്ടും സെക്യൂരിറ്റി പ്രീമിയം കൂടി കൂട്ടിയ എമൗണ്ട് ആയിരിക്കും 10 ലക്ഷം വരാം. ഓക്കെ, അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ വെൻഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ, വെൻഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടാണ് ഇവിടെ വരാം. പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് എഴുതുക. ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതുക. ഡിബഞ്ചേഴ്സ്, അപ്പോൾ ഡിബഞ്ചേഴ്സ് എന്നുള്ള എമൗണ്ടിൻ്റെ എമൗണ്ട് ഇത് രണ്ടും കൂടി കൂടിയതായിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് എൻട്രിയിൽ ഗുഡ് വില്ലോ ക്യാപിറ്റൽ റിസർവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ പറഞ്ഞ പ്രോബ്ലം നമ്പർ 3 വരികയാണ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ മൂന്നാമത്തെ ചോദ്യം എന്നുള്ള നിലയിലാണ് നമ്മൾ പ്രോബ്ലം നമ്പർ 3 എന്ന് എഴുതിയിരിക്കുന്നത്. എക്സ് ലിമിറ്റഡ് ടുക്ക് ഓവർ ദ അസറ്റ്സ് വർത്ത് ₹13 lakh ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ₹2,50,000. 13 ലക്ഷം രൂപയുടെ അസറ്റ്സ് ഏറ്റെടുക്കുന്നു. ഓക്കെ, 2,50,000 രൂപയുടെ ലയബിലിറ്റീസ് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഫലത്തിൽ ഈ പറഞ്ഞ പർച്ചേസിങ് കമ്പനിക്ക് അതിൻ്റെ എത്ര രൂപയാണ് വരുന്നത്? 13 ലക്ഷത്തിൽ നിന്ന് 2,50,000 കുറയ്ക്കുമ്പോൾ 10,50,000 രൂപയാണ് അതിൻ്റെ നെറ്റ് അസറ്റായിട്ട് വരുന്നത്. ഓക്കെ, അതിന് പകരം എത്ര രൂപ കൊടുക്കുന്നുണ്ട്? ട്രേഡ് ഫോർ, അതായത് ഈ പർച്ചേസ് കൺസിഡറേഷൻ 11 ലക്ഷം. അപ്പോൾ ഇപ്പോൾ 11 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഈ പർച്ചേസിങ് കമ്പനി വെൻഡർ കമ്പനിയുടെ 2.5 ലക്ഷം രൂപ ലയബിലിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോഴല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ 2 ലക്ഷം രൂപ പേയ്മെൻറ്റ് ഈ പർച്ചേസിങ് കമ്പനി എക്സ് ലിമിറ്റഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എക്സ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്ന അസറ്റ്സ് 13 ലക്ഷം. അതിന് പകരമായിട്ട് ഇപ്പോൾ കൊടുക്കുന്ന സംഖ്യ 11 ലക്ഷവും പിന്നീട് കൊടുക്കേണ്ടി വരുന്ന സംഖ്യ 2,50,000 ആണ്. അപ്പോൾ മൊത്തത്തിലുള്ള പേയ്മെൻറ്റ് എത്ര വരും? 13,50,000 വരും. 13 ലക്ഷം രൂപയുടെ അസറ്റ്സ് കിട്ടും. അപ്പോൾ ഒരു 50,000 രൂപയുടെ ഡിഫറൻസ് അവിടെ ഉണ്ട്, നഷ്ടം വരുന്നുണ്ട്. അത് ഗുഡ് വിൽ അക്കൗണ്ടായിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരും. എക്സ് ലിമിറ്റഡ് പെയ്ഡ് ദ പർച്ചേസ് കണ്ടീഷൻ ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ് ഓഫ് ₹100. 100 രൂപയുടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. ഗിവൺ ജേർണലറീസ് ഇൻ ദ ബുക്സ് ഓഫ് ഗിവ് ജേർണലറീസ് ഇൻ ദ ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ് അസ്യൂമിങ് ദാറ്റ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയത്തിലാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ സൺട്രി അസറ്റ്സ് അക്കൗണ്ട് ലെറ്റർ എത്രയാണ്? 13 ലക്ഷമാണ് സൺട്രി അസറ്റ്സ്. ഓക്കെ, ചോദ്യത്തിൽ തന്നിരിക്കുന്ന എമൗണ്ട് 13 ലക്ഷം. സൺട്രി അസറ്റ്സ് അക്കൗണ്ട് ലെറ്റർ നോക്കിക്കോളൂ, കണ്ടോ? അസറ്റ്സിൻ്റെ എമൗണ്ട് 13 ലക്ഷം. ദെൻ ലയബിലിറ്റീസ് 2.5 ലക്ഷം, കൺസിഡറേഷൻ 11 ലക്ഷം. അപ്പോൾ മിഥുൻ ട്രേഡേഴ്സാണ് വെൻഡർ കമ്പനി. അതിന് 11 ലക്ഷം കൊടുക്കണം. ഓക്കെ, അപ്പോൾ വെൻഡർ എന്നുള്ള കമ്പനിയിൽ നിന്ന് മാറ്റിയിട്ട് മിഥുൻ ട്രേഡേഴ്സ് ആക്കാം. അതാണ് നമുക്ക് അവിടെ വേണ്ടത്. മിഥുൻ ട്രേഡേഴ്സ്. ഓക്കെ, TRADERS ട്രേഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അതാണ് അതിൽ വരുന്നത്. അപ്പോൾ അത് എത്രയാണ്? 13 ലക്ഷത്തിൻ്റെ അസറ്റ് വാങ്ങി, ലയബിലിറ്റീസ് 2 ലക്ഷം, 2,50,000. ഓക്കെ, 2,50,000 ആണ്. 2,20,000 അല്ല, 2,50,000.
ഓക്കെ. ലയബിലിറ്റീസ് 2,50,000. ദെൻ മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് 11 ലക്ഷം. അപ്പോൾ അവിടെ നമ്മൾ 11 ലക്ഷം അടിക്കുന്നു. ഓക്കെ. മിഥുൻ ട്രേഡേഴ്സിന് 11 ലക്ഷം അടിക്കും. വെൻഡേഴ്സിൻ്റെ സ്ഥാനത്ത് 11. ഇപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി കഴിയുമ്പോൾ പേയ്മെൻറ്റ് വരുന്നത് 13,50,000, കിട്ടിയത് 13 ലക്ഷം. അപ്പോൾ ഒരു 50,000 രൂപയുടെ എന്തുണ്ട്, ഗുഡ് വിൽ അക്കൗണ്ട് വരുന്നുണ്ട്. നഷ്ടമാണത്. അത് ബാലൻസിംഗ് ഫിഗർ ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം സൺട്രി അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ, 2 ലയബിലിറ്റീസ്, 2 വെണ്ടർ കമ്പനി മിഥുൻ ട്രേഡേഴ്സാണ് 11 ലക്ഷം. അപ്പോൾ 13 ലക്ഷവും 13,50,000. അപ്പോൾ 50,000. ഇനി ക്രെഡിറ്റാണ് കൂടുതലെങ്കിൽ നമ്മൾ ഇവിടെ 2 ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ. ഇനി അത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യണമെങ്കിലോ വെൻഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ, വെൻഡർക്ക് എത്ര കൊടുക്കണം, വെൻഡേഴ്സിന് ഇത് അസറ്റ് വാങ്ങുന്ന എൻട്രിയാണിത്. അത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുമ്പോൾ വെൻഡറുടെ എമൗണ്ട് എത്രയാണ്, വെൻഡർ മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് അവിടെ വെൻഡറിൻ്റെ പകരമായിട്ട് നമുക്ക് മിഥുൻ ട്രേഡേഴ്സ് നടിക്കാം. വെൻഡർ എന്നുള്ളത് കളയാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ മിഥുൻ ട്രേഡേഴ്സ് ഡെറ്റർ നടിക്കാം. മിഥുൻ ട്രേഡേഴ്സ്. ഓക്കെ. MIDHUN മിഥുൻ ട്രേഡേഴ്സ്, TRADERS മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ അതിൽ നമുക്ക് എത്ര ഇടും, മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് 11 ലക്ഷം. ഓക്കെ. ഇനി അവർക്ക് കൊടുക്കേണ്ടത് 10% പ്രീമിയത്തിലാണ് കൊടുക്കുന്നത്, 10% പ്രീമിയം. അപ്പോൾ 11 ലക്ഷം എന്നുള്ളത് 10% പ്രീമിയം ഉൾപ്പെടെയുള്ള എമൗണ്ടാണ്. അപ്പോൾ 10% പ്രീമിയം എന്ന് പറയുമ്പോൾ ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപ പറയുന്നത്. 100 രൂപയുടെ വില എന്ന് പറഞ്ഞാൽ 10 രൂപ പ്രീമിയം, 10% പ്രീമിയം എന്ന് പറയുമ്പോൾ 10 രൂപയാണ്. 100 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അപ്പോൾ 110 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ 11 ലക്ഷം ഇൻറ്റു 100/110 ചെയ്യാം, ഇൻറ്റു 10/110 ചെയ്യാം. അങ്ങനെ അതുപോലെ തന്നെ 100/110 ചെയ്യാം. അപ്പോൾ 100/110 ചെയ്താൽ പ്രീമിയത്തിൻ്റെ ഡിബഞ്ചറിൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ. അത് 10 ലക്ഷം ആയിരിക്കും. പിന്നെ പ്രീമിയം എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. 1 ലക്ഷം. ഓക്കെ. അപ്പോൾ നോക്കിയറിയാം 10 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1 ലക്ഷമാണ്. അങ്ങനെ മൊത്തം നമ്മൾ 11 ലക്ഷം കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ചോദ്യം. പർച്ചേസ് ഓഫ് അസറ്റ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഓക്കെ. ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. ഈക്വൽ. താങ്ക് യു.